ഹായ് ഹലോ നമസ്കാരം. മല്ലു കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താ ചൂട് ഇല്ലേ? ഈ സമയത്ത് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു നാരങ്ങ ഉണ്ടാക്കിയാലോ? നമ്മുടെ നോമ്പ് തുറ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനെ ഞാനൊരു കഴുകി വൃത്തിയാക്കി ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. പക്ഷേ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. മറ്റേത് കട്ട് ചെയ്തുമ്പോൾ അരയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് നമുക്ക് ഇത്രയും കിട്ടും. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് അതിൻ്റെ ജ്യൂസാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പച്ചമുളകിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ തണുത്ത വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ പുതിന ഇല ചേർത്തിട്ടില്ല. അതൊരു 3-4 പുതിന ഇല ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം. ആ സമയം കൊണ്ട് ഞാൻ അതൊരു ബൗളിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അത് നല്ലപോലെ ഒരു 5 മിനിറ്റോളം നിൽക്കുമ്പോഴേക്കും എന്താ നല്ലപോലെ കുതിർന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ജഗിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ആണോ, നമ്മുടെ ജ്യൂസ് ഇവിടെ ഏറെക്കുറെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇതെങ്ങനെ ഒരു ഡ്രിങ്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതുവരെയ്ക്കും നിങ്ങളിങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണത്. ഓക്കെ, ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ച കസ്കസും കൂടി ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാണോ. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ സിമ്പിളാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതൊരു അടിപൊളി വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും വരെ ഭയങ്കര ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വീട്ടുകാരും വരുന്നവരെ എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചൂട് സമയത്ത് എത്ര തന്നെ വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്